ഇന്നും അതിൽ ഒരു പുതിയ സാധനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി ശരിയാണ്, അദ്ദേഹം പറഞ്ഞു പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എപ്പോഴാണ് സാർ പറഞ്ഞത് തെലങ്കാനയിലെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് പൊതുഗതാഗതം സൗജന്യമാക്കി തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തു, തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അത് നടപ്പിലാക്കി. 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളാൻ 30,000 കോടി രൂപ മാറ്റിവെച്ചു. അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സാർ, 1 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രം പാലിക്കാൻ 50,000 കോടി ചെലവഴിക്കേണ്ടി വന്ന ഒരു ഗവൺമെന്റ്, നിങ്ങൾ പറയുന്നത് പോലെ കേന്ദ്രം വീർപ്പ് മുട്ടിക്കുന്ന ഗവൺമെന്റ്. ഞാനൊരു കാര്യം പറയട്ടെ സാർ, ഡെവല്യൂഷൻ സ്റ്റേറ്റുകൾക്ക് സെൻട്രൽ വിഹിതത്തെ സംബന്ധിച്ചിട്ട് സിദ്ധാരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും VD സതീശനും ഒരു നിലപാടേ ഉള്ളൂ സാർ. അത് രാഹുൽ ഗാന്ധിയുടെ, മല്ലികാർജുൻ ഖാർഗെയുടെ, കോൺഗ്രസിന്റെ നിലപാടാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ VD സതീശൻ 16ാം കമ്മീഷനുമായി ബന്ധപ്പെട്ട അവരിവിടെ കേരളത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ നിവേദനം കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്? ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് ഒരു നിലപാട് സ്വീകരിക്കുന്നത്? പക്ഷേ ഞാൻ പറയുന്നത്, ഇതിൽ 50,000 കോടി 1 കൊല്ലം കൊണ്ട് കൊടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞിട്ട് പിന്നെ കെട്ടിട നികുതി കൂട്ടിയ, ഭൂനികുതി കൂട്ടിയ, കറണ്ട് ചാർജ് കൂട്ടിയ, വെള്ളക്കരം കൂട്ടിയ, അല്ലേ, ബസ് ചാർജ് കൂട്ടിയ, പെട്രോളിനും ഡീസലിനും അധിക സെസ് ഏർപ്പെടുത്തിയ, അവിടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോരുത് സാർ, അത് ശരിയാവില്ല.